പ്രിയരെ നമസ്കാരം. വാമന പുരാണത്തിൻ്റെ 6ാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. വാമന പുരാണത്തിൻ്റെ 18ാം അധ്യായത്തിൽ നരകങ്ങളുടെ വിവരണം നൽകുന്നു. വ്യത്യസ്തങ്ങളായ നരകങ്ങളെക്കുറിച്ച് സനത് കുമാരൻ അന്വേഷിച്ചപ്പോൾ ബ്രഹ്മാവ് മറുപടി പറയുന്നു. അവിഹിത ബന്ധമുള്ളവരോ പാപികളുടെ കൂട്ടത്തിലുള്ളവരോ 1ാം നരകത്തിലേക്ക് പോകുന്നു. മരങ്ങൾ വെട്ടിമാറ്റുന്നതും മറ്റുള്ളവരുടെ വൃക്ഷങ്ങളിലെ പഴങ്ങൾ മോഷ്ടിക്കുന്നതും 2ാം നരകത്തിലേക്ക് നയിക്കുന്നു. കൊല്ലപ്പെടാൻ യോഗ്യമല്ലാത്ത ജീവികളെ കൊല്ലുന്നവരും സ്വത്ത് തർക്കത്തിൻ്റെ പേരിൽ കലഹിക്കുന്നവരും 3ാം നരകത്തിലേക്ക് പോകുന്നു. ജീവികളെ ഭയപ്പെടുത്തുകയും സ്വന്തം മതത്തിൽ നിന്ന് വ്യതിചലിക്കുകയും ചെയ്യുന്നത് 4ാമത്തെ നരകത്തിലേക്ക് നയിക്കുന്നു. സുഹൃത്തുക്കളോട് വഞ്ചനയോടെ പെരുമാറുകയും തെറ്റായ സത്യം ചെയ്യുകയും ചെയ്യുന്നത് 5ാമത്തെ നരകത്തിലേക്ക് നയിക്കുന്നു. ആരെയെങ്കിലും തടവിലാക്കി മറ്റുള്ളവരുടെ പാതയിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത് 6ാമത്തെ നരകത്തിലേക്ക് നയിക്കുന്നു. രാജകീയ സ്വത്ത് മോഷ്ടിക്കുന്നതോ രാജ്ഞിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതോ 7ാമത്തെ നരകത്തിലേക്ക് നയിക്കുന്നു. അത്യാഗ്രഹവും കഠിനാധ്വാനം ചെയ്ത് നേടുന്ന പണത്തിൻ്റെ ദുരുപയോഗവും 8ാമത്തെ നരകത്തിലേക്ക് നയിക്കുന്നു. ബ്രാഹ്മണരുടെ സ്വത്ത് മോഷ്ടിക്കുന്നതും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതും 9ാമത്തെ നരകത്തിലേക്ക് നയിക്കുന്നു. മര്യാദയില്ലാത്തവരോ പുണ്യഗ്രന്ഥങ്ങൾ മോഷ്ടിക്കുന്നവരോ 10ാമത്തെ നരകത്തിലേക്ക് പോകുന്നു. അങ്ങനെ മൊത്തത്തിൽ ബ്രഹ്മാവ് 16 നരകങ്ങളെക്കുറിച്ച് വിവരിക്കുന്നു. പ്രിയരെ, വാമന പുരാണത്തിൻ്റെ 19ാം അധ്യായത്തിൽ രാജാവ് ദണ്ഡനെയും അരജിയെയും കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. 19ാമത് അധ്യായത്തിൽ 4 ഭാഗങ്ങൾ ഉൾപ്പെടുന്നു. അതിലെ ആദ്യ ഭാഗത്തിൽ രാക്ഷസനായ അന്തകാസുരനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. നാരദൻ പുലസ്ത്യ മുനിയോട് ചോദിക്കുന്നതാണ് ഈ കഥാസാരം. പാതാള ലോകത്ത് പ്രവേശിച്ച ശേഷം അന്തകൻ എന്ന അസുരൻ എന്തു ചെയ്തു? മന്ദരാജൽ പർവ്വതത്തിലെ ശിവന്റെ ജീവിതം എങ്ങനെയായിരുന്നു? പുലസ്ത്യൻ അതിന് മറുപടി പറഞ്ഞു. ഉമയുടെ ദിവ്യ സൗന്ദര്യത്തിൽ അന്തകൻ ആകൃഷ്ടനായി. ദിവസങ്ങൾ പിന്നിടുന്തോറും അവൻ്റെ കാമാസക്തി ശക്തമായി വർദ്ധിക്കുന്നു. അതിൻ്റെ വിപരീത ഫലങ്ങൾ അന്തകനെ ബോധിപ്പിക്കാൻ അർദ്ധസഹോദരനായ പ്രഹ്ലാദൻ അന്തകൻ്റെ ജനനകഥ പറഞ്ഞുകൊടുത്തു. അങ്ങനെ സംഭവിച്ചത് ഭഗവാൻ ശിവന്റെ അനുഗ്രഹം നിമിത്തമാണ്. ഒരിക്കൽ ഭഗവാൻ ശിവൻ ധ്യാനത്തിൽ മുഴുകിയപ്പോൾ ഉമ തമാശയ്ക്കായി അദ്ദേഹത്തിൻ്റെ 3 കണ്ണുകളും പൊത്തിപ്പിടിച്ചു. അതിനാൽ അന്തരീക്ഷം മുഴുവൻ ഇരുട്ടിനാൽ മൂടപ്പെട്ടു. ആ ഇരുട്ടിൽ നിന്ന് പ്രകടമായ ഒരു സത്തയെ ഹിരണ്യാക്ഷന് മുൻപിൽ അവതരിപ്പിക്കുകയും പിന്നീടതിന് അന്തകൻ എന്ന് പേരിടുകയും ചെയ്തു. സ്വന്തം മാതാവായിട്ടുള്ള പാർവതിയോടുള്ള അഭിനിവേശം ഏറ്റവും വലിയ ദുർവൃത്തിയാണെന്നും പ്രഹ്ലാദൻ അവനെ ബോധ്യപ്പെടുത്തി. അന്തകനെ തൻ്റെ അധാർമിക ഉദ്ദേശത്തോടെ മുന്നോട്ട് പോകുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പ്രഹ്ലാദൻ ദണ്ഡൻ എന്ന അധാർമികനായ ഒരു രാജാവിൻ്റെ നാശത്തെ വിവരിക്കുന്ന ഒരു കഥ പറഞ്ഞുകൊടുത്തു. എല്ലാ മതപരമായ ചടങ്ങുകളും പിൻപറ്റി ജീവിച്ചിരുന്ന ദണ്ഡരാജാവിൻ്റെ രാജപുരോഹിതനായിരുന്നു ശുക്രാചാര്യൻ. അദ്ദേഹത്തിന് അരജ എന്നൊരു മകളുണ്ടായിരുന്നു. ഒരിക്കൽ ശുക്രാചാര്യർ വൃഷപർവൻ എന്ന അസുരനെ കാണാൻ പോയി കുറച്ചു ദിവസം അദ്ദേഹത്തോടൊപ്പം താമസിച്ചു. ദണ്ഡരാജാവ് ശുക്രാചാര്യരുടെ ആശ്രമത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ വിശേഷങ്ങൾ അറിയാൻ പോയി. അവിടെ വെച്ച് അരജിയെ കണ്ടപ്പോൾ അവളുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി സ്വയം പരവശനായി. എന്തു വില കൊടുക്കേണ്ടി വന്നാലും അവളെ തനിക്ക് വേണമെന്ന് അദ്ദേഹം തൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ചു. താങ്കളുടെ അധാർമിക പ്രവൃത്തി ഗുരുവായ ശുക്രാചാര്യരെ വഞ്ചിക്കുന്നതിന് തുല്യമാണെന്ന് ഓർമ്മപ്പെടുത്തി അവൾ അവനെ പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചു. ദേവന്മാർ പോലും ഭയപ്പെടുന്ന തൻ്റെ പിതാവിൻ്റെ കോപത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഭയപ്പെടുത്തുവാൻ ശ്രമിക്കുന്നു. ദണ്ഡരാജാവ് തൻ്റെ നിർദ്ദേശം അംഗീകരിക്കാൻ വേണ്ടി അവളെ ഒരു കഥ കേൾക്കുവാൻ നിർബന്ധിക്കുന്നു. വിശ്വകർമ്മന് അതീവ സുന്ദരിയായ ഒരു മകളുണ്ടായിരുന്നു. അവൾ ചിത്രാംഗതയാണ്. ഒരിക്കൽ അവൾ തൻ്റെ തോഴിമാർക്കൊപ്പം നദിയിൽ കുളിക്കാൻ പോയി. പെട്ടെന്ന് സുരതൻ എന്ന രാജാവ് അവിടെ എത്തി. അവളുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായ രാജാവ് അവളിൽ പ്രണയാതുരനായി. അദ്ദേഹത്തിൻ്റെ ദയനീയാവസ്ഥ കണ്ട് തൻ്റെ തോഴിമാരുടെ എതിർപ്പ് വകവയ്ക്കാതെ ചിത്രാംഗത സ്വയം അദ്ദേഹത്തിന് സമർപ്പിച്ചു. ഈ കഥ വിവരിച്ചതിന് ശേഷം ദണ്ഡരാജാവ് അരജിയോട് ചിത്രാംഗതയുടെ മാതൃക പിന്തുടരുവാൻ ആവശ്യപ്പെടുന്നു. താങ്കൾ കഥയുടെ പകുതി മാത്രമേ പറഞ്ഞുള്ളൂ. അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ പറയാം. അരജ ദണ്ഡനോട് അവസരോചിതമായ ഇടപെടൽ നടത്തി. ചിത്രാംഗതയുടെ അധാർമിക പ്രവൃത്തി അവളുടെ പിതാവിനെ കോപാകുലനാക്കി. അവളുടെ വിവാഹ ജീവിതം പരാജയപ്പെടുമെന്ന് പിതാവ് പുത്രിയെ ശപിച്ചു. ഒരു ദിവസം സരസ്വതിയുടെ ശക്തമായ ഒഴുക്കിൽ രാജാവ് മുങ്ങിപ്പോയി. ഭർത്താവിൻ്റെ വേർപിരിയലിൻ്റെ ദുഃഖം സഹിക്കാനാവാതെ ചിത്രാംഗത ബോധരഹിതയായി. ബോധം വീണ്ടെടുത്ത ശേഷം ചുറ്റും നോക്കിയെങ്കിലും ഭർത്താവിനെ കണ്ടെത്തുവാനായില്ല. വീണ്ടും അവൾ ബോധരഹിതയായി സരസ്വതി നദിയിൽ വീണു. സരസ്വതിയുടെ ശക്തമായ ഒഴുക്ക് അവളെ മുക്കി താഴ്ത്തുകയും ഒടുവിൽ അവൾ ഗോമതി നദിയിലേക്ക് എടുത്തെറിയപ്പെടുകയും ചെയ്തു.
ഗോമതിയുടെ ഒഴുക്ക് അവളെ ക്രൂരമായ സിംഹങ്ങൾ വസിക്കുന്ന ഒരു വനത്തിന് സമീപം ഉപേക്ഷിച്ചു. കഥ വിവരിച്ച ശേഷം ചിത്രാംഗതയ്ക്ക് നേരിട്ട അതേ ദുർവിധി തനിക്ക് നേരിടാൻ ആഗ്രഹമില്ലാത്തതിനാൽ ദണ്ഡരാജാവിൻ്റെ വിവാഹാഭ്യർത്ഥന ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ലെന്ന് അരജ പറഞ്ഞു. കഥ ഇപ്പോഴും അപൂർണമാണെന്ന് രാജാവ് അവളെ ഓർമ്മപ്പെടുത്തി. ബാക്കിയുള്ള കഥ കൂടി അദ്ദേഹം വിശദീകരിക്കുന്നു. ചിത്രാംഗതയ്ക്ക് ബോധം വീണ്ടു കിട്ടിയപ്പോൾ അവൾ ഒരു നിബിഡ വനത്തിലാണ് കഴിയുന്നത് എന്ന് തിരിച്ചറിഞ്ഞു. ദുഃഖിതയായി അവളെ കാണാനിടയായ അഞ്ജന പർവ്വതത്തിൽ നിന്നുള്ള ഒരു ഗുഹ്യകൻ വളരെ വേഗത്തിൽ അവൾ ഭർത്താവുമായി വീണ്ടും ഒന്നിക്കുമെന്ന് അവളെ ആശ്വസിപ്പിച്ചു. ശ്രീകാന്തയിലേക്ക് ഒരു തീർത്ഥാടനത്തിന് പോകുവാനും അദ്ദേഹം അവളെ ഉപദേശിച്ചു. കാളിന്തി നദിയുടെ തെക്ക് ഭാഗത്തുള്ള ശ്രീകാന്തത്തിലേക്ക് ചിത്രാംഗത പോയി. കാളിന്തി നദിയിൽ കുളിച്ച ശേഷം അവൾ ശ്രീകാന്ത ക്ഷേത്രം സന്ദർശിച്ച് മഹേശ്വരനെ ആരാധിച്ചു. അതേസമയം ഋതധ്വജ മുനി അവിടെയെത്തി. വളരെ വിജനമായ ഈ സ്ഥലത്ത് താമസിക്കുന്നതിൻ്റെ കാരണത്തെക്കുറിച്ച് അദ്ദേഹം ചിത്രാംഗതയോട് അന്വേഷിച്ചു. സ്വന്തം പിതാവിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടി വന്ന ശാപകഥ ചിത്രാംഗത അദ്ദേഹത്തോട് വിവരിക്കുന്നു. അവളുടെ ദുഃഖകഥ കേട്ട മുനി കോപാകുലനായി അവളുടെ പിതാവായ വിശ്വകർമ്മനെ ഒരു കുരങ്ങനായി മാറാൻ ശപിച്ചു. സപ്തഗോദാവരത്തിൽ പോയി ഭഗവാൻ ഹത്കേശ്വരനെ ആരാധിക്കാൻ അദ്ദേഹം അവളെ ഉപദേശിച്ചു. അവിടെ ഒരു ദിവസം അവൾ കന്ദർമാലി എന്ന അസുരന്റെ മകളായ ദേവവതിയെ കണ്ടുമുട്ടും. അതിനാൽ ചിത്രാംഗത സപ്തഗോദാവരിയിൽ പോയി ഭഗവാൻ ഹത്കേശ്വരനെ ആരാധിച്ചു. ശ്രീകാന്ത ക്ഷേത്രത്തിന്റെ ചുവരുകളിൽ മുനി ഈ സുന്ദരിയായ പെൺകുട്ടിയെ അവളുടെ ദുഃഖത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ എന്ന് എഴുതി വച്ചു. അതിനുശേഷം മുനി പുഷ്കരനാഥിലേക്കുള്ള തന്റെ തീർത്ഥാടനം തുടർന്നു. പ്രിയരെ, 19-ാം അധ്യായത്തിലെ 2-ാം ഭാഗത്തിൽ വിശ്വകർമ്മൻ ഒരു കുരങ്ങനാകുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. സ്വന്തം കഥ തുടർന്നുകൊണ്ട് ദണ്ഡരാജാവ് പറയുന്നു, ചിത്രാംഗത സപ്തഗോദാവരത്തിൽ വളരെ കാലം താമസിച്ചു. ഭർത്താവിനെ കണ്ടുമുട്ടുന്ന ദിവസത്തിനായി കാത്തിരുന്നുകൊണ്ട് അവൾ ഭഗവാൻ ഹത്കേശ്വരനെ ആരാധിച്ചുകൊണ്ട് സമയം ചിലവഴിച്ചു. ആ മുനിയുടെ ശാപത്താൽ വിശ്വകർമ്മൻ ഒരു കുരങ്ങനായി മാറുകയും ഷാൽവേയ പർവ്വതത്തിൽ താമസിക്കുവാൻ തുടങ്ങുകയും ചെയ്തു. ഒരു ദിവസം കന്ദർമാലി എന്ന അസുരൻ തൻ്റെ മകൾ ദേവവതിയോടൊപ്പം ഷാൽവേയ പർവ്വതത്തിൻ്റെ താഴ്വരയിലെത്തി. അവിടെ വെച്ച് കുരങ്ങനായ വിശ്വകർമ്മൻ ദേവവതിയുടെ കയ്യിൽ പിടിച്ചു. അതിൽ കോപാകുലനായ കന്ദർമാലി കുരങ്ങിനെ കൊല്ലാൻ തൻ്റെ വാൾ പുറത്തെടുത്തു. അപകടം മനസ്സിലാക്കിയ കുരങ്ങൻ ദേവവതിയെ മടിയിൽ വഹിച്ചുകൊണ്ട് ഹിമാലയ പർവ്വതത്തിലേക്ക് ഓടി. കന്ദർമാലി അതിനെ പിന്തുടർന്നു. പോകുന്ന വഴിയിൽ കുരങ്ങൻ ദേവവതിയെ ഒരു ആളൊഴിഞ്ഞ ആശ്രമത്തിന്റെ വാതിൽക്കൽ ഉപേക്ഷിച്ച് കാളിന്തി നദിയിലെ വെള്ളത്തിൽ ഒളിച്ചു. എന്നാൽ ആ വെള്ളത്തിൽ കുരങ്ങൻ മുങ്ങിപ്പോയി. കുരങ്ങൻ മുങ്ങി മരിക്കുന്നത് കണ്ട കന്ദർമാലി മകളും അതിനോടൊപ്പം മുങ്ങി മരിച്ചിരിക്കുമെന്ന് സങ്കല്പിച്ചു. കഥനഭാരത്തോടെ അദ്ദേഹം തന്റെ വാസസ്ഥലത്തേക്ക് മടങ്ങി. കാളിന്തി നദിയിലെ രൗദ്രപ്രവാഹം ആ കുരങ്ങനെ ശിവി എന്ന പ്രശസ്തമായ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ബോധം വീണ്ടെടുത്ത ശേഷം കുരങ്ങൻ ദേവവതിയെ ഉപേക്ഷിച്ച സ്ഥലത്തേക്ക് മടങ്ങി. അവിടെ എത്തിയപ്പോൾ അജ്ഞൻ മകളായ നന്ദയന്തിയോടൊപ്പം നടന്നു നീങ്ങുന്നത് കണ്ടു. നന്ദയന്തി ദേവവതിയാണെന്ന് തെറ്റിദ്ധരിച്ച് കുരങ്ങൻ അവളുടെ അടുത്തേക്കോടി. അപകടം മനസ്സിലാക്കിയ നന്ദയന്തി കിരൺവതി നദിയിലേക്ക് ചാടി. അവളെ ആ നദിയുടെ രൗദ്രപ്രവാഹം കൗശലത്തിലേക്ക് കൊണ്ടുപോയി. ബോധം വീണ്ടെടുത്തപ്പോൾ താൻ ഒരു വലിയ ആൽമരത്തിന്റെ ചുവട്ടിലാണെന്ന് തിരിച്ചറിഞ്ഞു. ഒരു സ്വർഗീയ ശബ്ദം പെട്ടെന്ന് അവൾ കേട്ടു. ചിന്താകുലനായ ഋതധ്വജ മുനിയുടെ ബന്ധനത്തെക്കുറിച്ചും ആരെയാണ് ഈ ആൽമരത്തിൽ ബന്ധിപ്പിച്ചിരിക്കുന്നതെന്നും അറിയാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന ആ സ്വർഗീയ ശബ്ദം നന്ദയന്തിയെ അത്ഭുതപ്പെടുത്തി. 5 വയസ്സുള്ള ഒരു കുട്ടിയെ ആൽമരത്തിന്റെ ഏറ്റവും മുകളിലുള്ള ശാഖയിൽ കെട്ടിയിട്ടിരിക്കുന്നത് കണ്ട് അവൾ അമ്പരന്നു. ആ കുട്ടിയോട് എന്താണ് കാര്യമെന്ന് നന്ദയന്തി അന്വേഷിച്ചപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ പേര് ജബാലി എന്നാണ്. യഥാക്രമം 5000 വർഷത്തെ ജനനാനന്തര ബാല്യകാലവും 10000 വർഷത്തെ കൗമാരവും 20 വർഷത്തെ പ്രായപൂർത്തിയും നൽകി എന്നെ അനുഗ്രഹിച്ച എൻ്റെ പിതാവാണ് ഋതധ്വജ മഹർഷി. എന്നാൽ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ 500 വർഷത്തെ തടവിൽ കഴിയേണ്ടി വരുമെന്ന് അദ്ദേഹം എനിക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഒരു ദിവസം ഞാൻ ഹിരൺവതി നദിയിൽ കുളിക്കാൻ പോയപ്പോൾ പെട്ടെന്ന് ഒരു വലിയ കുരങ്ങിനെ കണ്ടു. അത് എന്നെ അടിമയാക്കി. അന്നു മുതൽ ഞാനിവിടെ തടവിലാണ് കഴിയുന്നത്. തൻ്റെ കഥ വിവരിച്ച ശേഷം ജബാലി നന്ദയന്തിയോട് അവൾ ആരാണെന്ന് അന്വേഷിച്ചു. നന്ദയന്തി തനിക്ക് സംഭവിച്ചതെല്ലാം വിവരിച്ചു. യമുന നദിയുടെ തീരത്തുള്ള ശ്രീകാന്ത ക്ഷേത്രത്തിൽ പോകാൻ ജബാലി അവളെ ഉപദേശിച്ചു. എന്നിട്ട് പറഞ്ഞു, അവിടെ വെച്ച് നിങ്ങൾ എൻ്റെ പിതാവായ ഋതധ്വജനെ കാണും. അദ്ദേഹം ദിവസവും ഉച്ച കഴിഞ്ഞ് ശിവനെ ആരാധിക്കാൻ ക്ഷേത്രത്തിൽ വരും. ആ സന്ദർഭത്തിൽ നിങ്ങൾക്ക് അദ്ദേഹത്തെ കാണാം. ജബാലിയുടെ നിർദ്ദേശപ്രകാരം നന്ദയന്തി ഋതധ്വജന്റെ ആശ്രമത്തിലേക്ക് പോയി.
ഒരു ദിവസം ശ്രീകാന്ത ക്ഷേത്രത്തിലെ പൂജയ്ക്കിടയിൽ ഒരിക്കൽ തന്റെ പിതാവായ വിശ്വകർമ്മനെ ശപിച്ച മുനി എഴുതിയ ആ വരികൾ അവൾ കണ്ടു. ആ ലിഖിതത്തിൽ ഒരു വരി കൂടി അവൾ കൂട്ടിച്ചേർത്തു. ഞാൻ ഒരു രാജ്ഞിയാകുമെന്ന് മുദ്ഗൽ മുനി പ്രവചിച്ചിരുന്നു. ഒരു രാജ്ഞിയാകുന്നതിന് പകരം ഞാൻ ഏറ്റവും പ്രക്ഷുബ്ധമായ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എന്നെ സഹായിക്കാൻ കഴിയുന്ന ആരെങ്കിലുമുണ്ടോ? അതിനുശേഷം അവൾ യമുനാ നദിയുടെ തീരത്തേക്ക് പോയി. അവിടെ ഒരു മനോഹരമായ ആശ്രമം കണ്ടു. അവൾ ആശ്രമത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ദേവവതി അവിടെ ഇരിക്കുന്നു. വളരെ വേഗം ഇരുവരും ഉറ്റ സുഹൃത്തുക്കളായി. ആ സമയം ഋതുധ്വജ മുനി ശ്രീകാന്ത ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്താൻ പോയിരുന്നു. ക്ഷേത്രത്തിന്റെ ചുവരുകളിൽ ആലേഖനം ചെയ്ത ആ വരികൾ അദ്ദേഹം കണ്ടു. അദ്ദേഹം ആഴത്തിൽ ചിന്തിച്ച് ആ വരികളുടെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കി. ആരാധനയ്ക്ക് ശേഷം അദ്ദേഹം അയോധ്യയിലേക്ക് പോയി. അവിടുത്തെ രാജാവായ ഇക്ഷ്വാകുവിനെ കണ്ടുമുട്ടി. രാജാവിന്റെ മകനായ ശകുനിയോട് ജബാലിയെ കുരങ്ങിന്റെ തടവിൽ നിന്ന് മോചിപ്പിക്കാൻ നിർദ്ദേശിക്കുവാൻ മുനി അഭ്യർത്ഥിച്ചു. ഋതുധ്വജ മുനിയുടെ ആഗ്രഹം നിറവേറ്റാൻ ഇക്ഷ്വാകു തന്റെ മകനോട് നിർദ്ദേശിച്ചു. ഇക്ഷ്വാകു ഉൾപ്പെടെ മൂവരും ജബാലിയെ തടവിലാക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് പോയി. അമ്പയത്തിൽ വിദഗ്ധനായ ശകുനി ജബാലിയുടെ ചുറ്റും വളർന്നിരിക്കുന്ന എല്ലാ വള്ളിച്ചെടികളും വെട്ടിമാറ്റി. ഋതുധ്വജ മുനി മരത്തിൽ കയറിയപ്പോൾ ജബാലിയെ ഒരു ശാഖയിൽ ബന്ധിപ്പിച്ചിരിക്കുന്നതായി തിരിച്ചറിഞ്ഞു. ആ കെട്ട് അഴിക്കുവാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. സഹായത്തിനായി ശകുനിയെ വിളിച്ചു. ശകുനിയും ആ കെട്ടഴിക്കാൻ കഠിനമായി ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തിനും സാധിച്ചില്ല. ശകുനി അമ്പുകളുടെ 3 കൂട്ടം തൊടുത്തുകൊണ്ട് ആ ശാഖ 3 കഷ്ണങ്ങളാക്കി മുറിച്ചു. അങ്ങനെ ആ ശാഖ 3 കഷ്ണങ്ങളായതിന് പ്രകാരം ജബാലി ഭാഗികമായി സ്വതന്ത്രനായി. പ്രിയരെ, 19-ാം അധ്യായത്തിന്റെ 3-ാം ഭാഗത്തിൽ ചിത്രാംഗതയെയും ദേവവതിയെയും തിരയുന്നതുമായി ബന്ധപ്പെട്ട കഥ വിവരിക്കുന്നു. ഇതിനിടയിൽ ഒരു യക്ഷന്റെ 2 പുത്രിമാരും ഒരു അസുരനും ശ്രീകാന്ത മഹാക്ഷേത്രത്തിലെത്തി ആരാധനയിൽ ഏർപ്പെട്ടു. ഒരു ദിവസം ഗാലവമുനി ക്ഷേത്രത്തിലെത്തി. ഇത്രയും വിജനമായ സ്ഥലത്ത് 2 യുവതികളെ കണ്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു. സ്നാനം നടത്തുന്നതിനിടയിൽ 2 സ്ത്രീകളുടെ ശ്രുതിമധുരമായ ഗാനം അദ്ദേഹം ശ്രവിച്ചു. അത്തരം വൈദ്യുതത്തോടെ മനുഷ്യർക്ക് ആലപിക്കുവാൻ കഴിയാത്തതിനാൽ അവരുടെ ദൈവികതയെക്കുറിച്ച് ഗാലവമുനിക്ക് ബോധ്യമായി. ആരാധന പൂർത്തീകരിച്ച ശേഷം മുനി അവരോട് അവർ ആരാണെന്ന് ചോദിച്ചപ്പോൾ അവർ തങ്ങളുടെ കഥകൾ വിശദമായി പറഞ്ഞു. പിറ്റേന്ന് രാവിലെ ഗാലവൻ പോകുവാൻ ഒരുങ്ങിയപ്പോൾ ഇരുവരും തങ്ങളെ കൂടെ കൊണ്ടുപോകുവാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് മൂവരും പുഷ്കര തീർത്ഥത്തിലേക്ക് പോയി. ലക്ഷ്യസ്ഥാനത്തെത്തിയതോടെ മുനി പുണ്യനദിയിൽ മുങ്ങി കുളിക്കാൻ തീരുമാനിച്ചു. കുളിക്കുന്നതിനിടയിൽ നദിയിലെ നിരവധി പെൺമത്സ്യങ്ങൾ തങ്ങളുടെ ആൺമത്സ്യങ്ങളെ പ്രണയത്തിലാക്കുവാൻ ശ്രമിക്കുന്നത് അദ്ദേഹം കണ്ടു. അതിലെ ഒരു പെൺമത്സ്യം ആൺമത്സ്യത്തോട് ചോദിക്കുന്നു, ഗാലവമുനി യുവതികളുടെ കൂട്ടത്തിൽ ഇരിക്കാൻ ഭയപ്പെടുന്നില്ലെങ്കിൽ ഞാനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? പൊതുജനങ്ങളുടെ പരിഹാസം തനിക്ക് ഭയമാണെന്ന് ആൺമത്സ്യം മറുപടി പറഞ്ഞു. തന്റെ പെരുമാറ്റത്തിൽ ലജ്ജ തോന്നിയതിനാൽ ഗാലവൻ നദിയിൽ നിന്നും വെളിയേറിയില്ല. 2 യുവതികളും ഗാലവമുനിയുടെ വരവും കാത്ത് ആകാംക്ഷയോടെ കാത്തിരുന്നു. പെട്ടെന്ന് ചിത്രാംഗത അവിടെയെത്തി. അപരിചിതരായ യുവതികൾ അവിടെ നിൽക്കുന്നത് കണ്ടവൾ അത്ഭുതപ്പെട്ടു. ദേവവതി കൂടെ അവിടെ എത്തിയപ്പോൾ 3 പേരും പരസ്പരം ആശ്ചര്യത്തോടെ നോക്കുകയായിരുന്നു. അവർ ചിത്രാംഗതയുടെ അടുത്തേക്ക് പോയി അവളുടെ പേരന്വേഷിച്ചു. ചിത്രാംഗത തന്റെ മുഴുവൻ കഥയും വിവരിക്കുകയും സാഹചര്യങ്ങൾ തന്നെ ഈ സ്ഥലത്ത് എത്താൻ നിർബന്ധിതയാക്കി എന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അവർ 4 പേരും പരസ്പരം നന്നായി പരിചയപ്പെട്ടു. അവർ സപ്തഗോദാവർ നദിയുടെ തീരത്തുള്ള ഹത്കേശ്വർ ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ ആരാധിച്ചു. അവർ ക്ഷേത്ര പരിസരത്ത് താമസിക്കുവാൻ തുടങ്ങി. ഹത്കേശ്വറിന്റെ ദൈനംദിന ആരാധനയിൽ സമയം ചെലവഴിച്ചു. മറുവശത്ത് ശകുനി, ജബാലി, ഋതുധ്വജൻ എന്നിവർ ആകാംക്ഷയോടെ അവരെ തിരയുകയായിരുന്നു. തിരച്ചിലിനിടയിൽ ജബാലി തന്റെ പിതാവ് ഋതുധ്വജനോടൊപ്പം ഷാക്കൽ ജനപദത്തിലേക്ക് പോയി. ആ സന്ദർഭത്തിൽ ഷാക്കൽ ജനപദത്തെ ഭരിച്ചിരുന്നത് മനുവിന്റെ മകനായ ഇന്ദ്രദ്യുമ്നനായിരുന്നു. അദ്ദേഹത്തെ കണ്ടുമുട്ടിയ ശേഷം ഋതുധ്വജൻ തന്റെ നഷ്ടപ്പെട്ട മകളായ നന്ദയന്തിയെ കണ്ടെത്തുവാൻ സഹായം അഭ്യർത്ഥിച്ചു. ഇന്ദ്രദ്യുമ്നൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഓ ബ്രാഹ്മണരെ, എനിക്കും എൻ്റെ മകളെ നഷ്ടപ്പെട്ടു. അവൾ ഇപ്പോൾ എവിടെയാണെന്ന് എനിക്കറിയില്ല. അതിനാൽ നമ്മൾ 3 പേരും നമ്മുടെ പെൺമക്കളെ അന്വേഷിച്ചു പോകണം. ഇത്രയും പറഞ്ഞതിനു ശേഷം അവർ 3 പേരും തങ്ങളുടെ മക്കളെ അന്വേഷിച്ച് മുന്നോട്ട് പോകുവാൻ തീരുമാനിച്ചു. ബദ്രികാശ്രമത്തിലെത്തിയപ്പോൾ കഠിനമായ തപസ്സിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു യുവാവിനെ കണ്ടവർ അത്ഭുതപ്പെട്ടു. ഔപചാരിക പരിചയപ്പെടലിന് ശേഷം ആ യുവ മുനിവര്യൻ തന്റെ സ്വന്തം അനന്തരവനായ സുരതനാണെന്ന് ഇന്ദ്രദ്യുമ്നന് മനസ്സിലായി. എന്റെ മകളെ അന്വേഷിക്കാൻ തന്നോടൊപ്പം ചേരാൻ ഇന്ദ്രദ്യുമ്നൻ അനന്തരവനോട് അഭ്യർത്ഥിച്ചു. ഋതുധ്വജൻ സുരതനോട് പറഞ്ഞു, നീ ആർക്കു വേണ്ടിയാണോ ഇത്ര കഠിനമായ തപസ് ചെയ്യുന്നത്? ആ പെൺകുട്ടിയെ ഞാൻ സപ്തഗോദാവരത്തിലേക്ക് കൊണ്ടുപോയി
എന്നോടൊപ്പം വരൂ, അവളുമായി വീണ്ടും ഒന്നിക്കാൻ ഞാൻ നിന്നെ സഹായിക്കാം. പിന്നെ എല്ലാവരും സംയുക്തരായി സപ്തഗോദാവരത്തിലേക്ക് പോയി. ഇതിനിടയിൽ ദേവവതിയുടെ അമ്മയായ ഘൃതാച്ചി ഉദയഗിരി പർവ്വതത്തിൽ എത്തിയപ്പോൾ അവിടെ വെച്ച് ഒരു കുരങ്ങനെ കണ്ടുമുട്ടി. അതിനോട് എൻ്റെ മകളെ കണ്ടോ എന്ന് ചോദിച്ചു. ദുർബലയായി കാണപ്പെടുന്ന ഘൃതാച്ചിയോട് കുരങ്ങൻ പറഞ്ഞു, ദേവവതി എന്ന യുവതിയെ ശ്രീകാന്ത് ക്ഷേത്രത്തിനടുത്തുള്ള ഒരു ആശ്രമത്തിലേക്ക് ഞാൻ തട്ടിക്കൊണ്ടുപോയി. ദേവവതി എന്ന് നീ പരാമർശിക്കുന്ന പെൺകുട്ടി യഥാർത്ഥത്തിൽ എൻ്റെ മകൾ വേദവതിയാണെന്ന് ഘൃതാച്ചി കുരങ്ങനോട് വെളിപ്പെടുത്തി. നഷ്ടപ്പെട്ട എൻ്റെ മകളെ കണ്ടെത്താൻ സഹായിക്കണമെന്ന് അവർ കുരങ്ങനോട് അഭ്യർത്ഥിച്ചു. വേദവതിയെ അന്വേഷിച്ച് ഘൃതാച്ചി കൗശികി നദിയിലേക്ക് പോയി. പിന്തുടർന്ന് കുരങ്ങനുമെത്തി. അവിടെ എത്തിയ ശേഷം ഘൃതാച്ചി കൗശികിയിലെ വെള്ളത്തിൽ ഒരു പുണ്യസ്നാനം നടത്തി. ഇതിനിടയിൽ ജബാലിയും ഋതുധ്വജനും കൂടി കൗശികി തീരത്തെത്തിയിരുന്നു. അവിടെ കണ്ട ആ കുരങ്ങനെ ചൂണ്ടിക്കൊണ്ട് ജബാലി ഋതുധ്വജനോട് പറഞ്ഞു, എന്നെ അടിമയാക്കി വള്ളിച്ചെടികൾ കൊണ്ട് ബന്ധിച്ച അതേ കുരങ്ങൻ തന്നെയാണിത്. വില്ലാളി ശകുനി കോപാകുലനായി ഋതുധ്വജനോട് ആ കുരങ്ങനെ കൊല്ലുവാൻ അനുവാദം ചോദിച്ചു. ഋതുധ്വജൻ അദ്ദേഹത്തെ സമാധാനിപ്പിക്കുന്നു. ബന്ധനം നിന്റെ കർമ്മങ്ങൾ മൂലമാണ്, അതിനാൽ ഈ പാവം കുരങ്ങനെ കൊല്ലുന്നത് പ്രയോജനകരമല്ല. അദ്ദേഹം കുരങ്ങിനോട് തൻ്റെ മകൻ ജബാലിയെ 3 ശാഖകളുടെ ഭാരത്തിൽ നിന്നും മോചിപ്പിക്കുവാൻ അഭ്യർത്ഥിച്ചു. അവ അപ്പോഴും ശരീരത്തിൽ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു. കുരങ്ങൻ കുരുക്കുകൾ അഴിച്ചതോടെ ജബാലി പൂർണ്ണമായും സ്വതന്ത്രനായി. ഋതുധ്വജൻ സന്തോഷിക്കുകയും കുരങ്ങിനെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ചോദിക്കുകയും ചെയ്തു, നിനക്ക് എന്നിൽ നിന്ന് എന്തും ആവശ്യപ്പെടാം, നിന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ ഞാൻ തയ്യാറാണ്. കുരങ്ങൻ പറഞ്ഞു, അല്ലയോ മഹാമുനെ, ഈ നിർഭാഗ്യവാനായ കുരങ്ങനെ നിങ്ങൾ തിരിച്ചറിഞ്ഞില്ലേ? ഞാൻ ചിത്രാംഗതയുടെ പിതാവാണ്. എന്നെ നിങ്ങൾ കുരങ്ങനാകാൻ ശപിച്ചു. എൻ്റെ എല്ലാ പാപങ്ങളിൽ നിന്നും എനിക്ക് മുക്തി ലഭിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. ഋതുധ്വജൻ കുരങ്ങനെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, നീ ഘൃതാച്ചിയിൽ നിന്ന് ഒരു കുഞ്ഞിനെ ജനിപ്പിക്കുന്ന ദിവസം നിന്റെ എല്ലാ പാപങ്ങളിൽ നിന്നും നീ മുക്തനാകും. ആ ദിവസം നീ നിന്റെ മനുഷ്യ ശരീരവും വീണ്ടെടുക്കും. അനുഗ്രഹങ്ങൾ ലഭിച്ചതോടെ കുരങ്ങൻ സന്തോഷിച്ചു. കാലക്രമേണ ഘൃതാച്ചി കുരങ്ങന്റെ യഥാർത്ഥ വ്യക്തിത്വം മനസ്സിലാക്കുകയും അതിനോട് ശാരീരിക അടുപ്പം വളർത്തിയെടുക്കുകയും ചെയ്തു. ആദ്യം ഇരുവരും കോലാഹല പർവ്വതത്തിൽ താമസിച്ചു. പക്ഷേ പിന്നീടവർ വിന്ധ്യാചല പർവ്വതത്തിലേക്ക് മാറി. അതേസമയം ഋതുധ്വജൻ, ജബാലി, ശകുനി, ഇന്ദ്രദ്യുമ്നൻ, സുരതൻ എന്നീ 5 പേരടങ്ങുന്ന സംഘം സപ്തഗോദാവർ തീർത്ഥത്തിലെത്തി. അവരെല്ലാം രഥത്തിൽ നിന്നിറങ്ങി പുണ്യനദിയിൽ കുളിച്ചു. ദാഹിച്ച കുതിരകൾ ദാഹം ശമിപ്പിക്കുകയും പച്ചപ്പുല്ലിൽ മേയുകയും ചെയ്തു. വിശപ്പ് ശമിച്ച ശേഷം കുതിരകൾ ഹദ്കേശ്വർ ക്ഷേത്രത്തിലേക്ക് കുതിച്ചു. ചിത്രാംഗതയും കൂട്ടരും ആ പാച്ചിലിന്റെ ശബ്ദം കേട്ടപ്പോൾ ക്ഷേത്രത്തിന്റെ മുകളിൽ കയറി ചുറ്റും നോക്കി. ഋതുധ്വജനും കൂട്ടരും കുളിക്കുന്നത് ചിത്രാംഗത കണ്ടു. ഉടനെ തൻ്റെ പിതാവിനെ അവൾ തിരിച്ചറിഞ്ഞു. അവർ അത്യധികം സന്തോഷിച്ച് ക്ഷേത്രത്തിൻ്റെ മേൽക്കൂരയിൽ നിന്ന് താഴേക്കിറങ്ങി. നന്ദി പ്രകടിപ്പിക്കാൻ അവർ ഭഗവാൻ ഹദ്കേശ്വരനെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്തു. ഏറെ വൈകാതെ ഋതുധ്വജനും സുഹൃത്തുക്കളും ഭഗവാൻ ഹദ്കേശ്വരനെ തൊഴുകുവാൻ ക്ഷേത്രത്തിലെത്തി. ചിത്രാംഗതയെ അവിടെ കണ്ടെത്താനായതിൽ അദ്ദേഹം ആഹ്ലാദം കൊണ്ടു. അതിനിടെ ഘൃതാച്ചിയും കുരങ്ങനും അവിടെയെത്തി. തൻ്റെ മകൾ വേദവതിയെ കണ്ടതിൽ സന്തോഷാധിക്യത്താൽ ഘൃതാച്ചി അവളെ ആലിംഗനം ചെയ്തു. അഞ്ജന പർവ്വതത്തിൽ നിന്ന് ഗുഹ്യകനെയും പാതാളത്തിൽ നിന്ന് കന്ദർമാലിയെയും സ്വർഗത്തിൽ നിന്ന് ഗന്ധർവ രാജാവായ പർജന്യനെയും വിളിക്കാൻ ഋതുധ്വജനോട് നിർദ്ദേശിച്ചു. ഗുഹ്യകൻ, കന്ദർമാലി, പർജന്യൻ എന്നിവർ ഹദ്കേശ്വർ ക്ഷേത്രത്തിലെത്തി. 3 പേർക്കും അവരവരുടെ പെൺമക്കളെ കാണാനായതിൽ അത്യധികം സന്തോഷം. തൻ്റെ പിതാവ് കുരങ്ങനായി മാറാനിടയാക്കിയ സ്വന്തം പ്രവൃത്തിയിൽ അനിഷ്ടത്തോടെ ചിത്രാംഗത ജീവൻ ത്യജിക്കാൻ ശ്രമിച്ചു. എന്നാൽ അവളുടെ പിതാവ് വളരെ വേഗം മനുഷ്യ ശരീരം വീണ്ടെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഋതുധ്വജൻ അവളെ ആശ്വസിപ്പിച്ചു. ഘൃതാച്ചിയും അദ്ദേഹത്തിൻ്റെ പ്രസ്താവന അംഗീകരിക്കുന്നു. 10 മാസത്തിനു ശേഷം ഞാൻ ഒരു പുത്രനെ പ്രസവിക്കും. അതേ ദിവസം തന്നെ നിങ്ങളുടെ പിതാവ് ശാപത്തിൽ നിന്ന് മുക്തനായി മനുഷ്യ ശരീരം വീണ്ടെടുക്കും. 10 മാസങ്ങൾക്ക് ശേഷം ഘൃതാച്ചി ഒരു പുത്രനെ പ്രസവിച്ചു. പിന്നീട് അദ്ദേഹം നളൻ എന്ന പേരിൽ പ്രശസ്തനായി. വിശ്വകർമ്മൻ ശാപമോചിതനായി മനുഷ്യ ശരീരം വീണ്ടെടുത്തു. ചിത്രാംഗതയ്ക്ക് തൻ്റെ പിതാവിനെ പൂർവ്വസ്ഥിതിയിൽ കാണാൻ കഴിഞ്ഞതിൽ അത്യധികം സന്തോഷം. സപ്തഗോദാവരത്തിൽ ഒരു ഗംഭീര വിവാഹ ചടങ്ങ് സംഘടിപ്പിച്ചു. അതിൽ ദേവന്മാരും ഗന്ധർവന്മാരും അസുരന്മാരും പങ്കുകൊണ്ടു. ഈ വിവാഹ ചടങ്ങിൽ ഗാലവമുനി ആചാരങ്ങൾക്ക് നേതൃത്വം നൽകി. അതിനുശേഷം ജബാലി കന്ദമാലിയുടെ മകളെയും ഇന്ദ്രദ്യുമ്നൻ വേദവതിയെയും ശകുനി യക്ഷന്റെ മകളെയും സുരതൻ ചിത്രാംഗതയെയും വിവാഹം കഴിച്ചു. വിവാഹ ചടങ്ങിന് ശേഷം എല്ലാവരും അവരവരുടെ സ്ഥലങ്ങളിലേക്ക് മടങ്ങി. ഈ കഥ പൂർത്തിയാക്കിയ ശേഷം ദണ്ഡരാജാവ് വീണ്ടും അരജയോട് തന്റെ നിർദ്ദേശം സ്വീകരിക്കാൻ അഭ്യർത്ഥിച്ചു. എന്നാൽ അവളത് അംഗീകരിച്ചില്ല.
നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞോളൂ, പക്ഷേ ഞാൻ ഒരിക്കലും നിങ്ങളുടെ ദുഷ്ടലക്ഷ്യങ്ങൾക്ക് വഴങ്ങില്ല എന്ന് തറപ്പിച്ചു പറഞ്ഞു. 19-ാം അധ്യായത്തിലെ 4-ാം ഭാഗത്തിൽ മുനി ശുക്രാചാര്യർ ദണ്ഡനെ ശപിക്കുന്ന കഥ വിവരിക്കുന്നു. പ്രഹ്ലാദൻ പറയുന്നു, കാമത്താൽ അന്ധനായ ദണ്ഡൻ അചഞ്ചലയായ അരജയുടെ എളിമയെ ബലമായി ലംഘിച്ച് കൊട്ടാരത്തിലേക്ക് മടങ്ങി. തന്റെ ചാരിത്ര്യം സംരക്ഷിക്കാൻ കഴിയാത്തതിൽ അരജ ദുഃഖിതയായി വിലപിക്കാൻ തുടങ്ങി. ശുക്രാചാര്യൻ ആശ്രമത്തിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ പ്രവേശന കവാടത്തിൽ അരജ കിടക്കുന്നത് കണ്ടു. എന്താണ് സംഭവിച്ചതെന്ന് അദ്ദേഹം അവളോട് ചോദിച്ചു. അരജ തനിക്ക് സംഭവിച്ചതെല്ലാം നിലവിളിച്ചുകൊണ്ട് പിതാവിനോട് പറഞ്ഞു. ഇത് ശുക്രാചാര്യരെ അത്യധികം കോപാകുലനാക്കി. കോപത്താൽ അദ്ദേഹത്തിന്റെ കണ്ണുകൾ ചുമന്നു. ഇടിനാദത്തോടെ ഗർജിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു ആഴ്ചയ്ക്കുള്ളിൽ സമ്പത്തും രാജ്യവും നഷ്ടപ്പെട്ട് ദുഷ്ടനായ ദണ്ഡ, നീ ദരിദ്രനായിത്തീരും. ദണ്ഡനെ ശപിച്ച ശേഷം അദ്ദേഹം തന്റെ മകൾ അരജയോട് പാപത്തിൽ നിന്ന് മോചനം നേടാൻ തപസ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. തുടർന്ന് അദ്ദേഹം ശിഷ്യന്മാരോടൊപ്പം പാതാളത്തിലേക്ക് പോകുന്നു. ശുക്രാചാര്യരുടെ ശാപം ഫലിക്കുകയും അതിന്റെ ഫലമായി ഒരു ആഴ്ചയ്ക്കുള്ളിൽ ദണ്ഡന് തന്റെ രാജ്യം മുഴുവൻ നഷ്ടപ്പെടുകയും ചെയ്തു. ഈ കഥ വിവരിച്ച ശേഷം പ്രഹ്ലാദൻ അന്തകനോട് പറഞ്ഞു, ദണ്ഡരാജാവിന്റെ അധാർമിക പ്രവർത്തികൾ കാരണം ദേവതകൾ ദണ്ഡകാരുണ്യത്തെ ഉപേക്ഷിച്ചു. ഇപ്പോഴവിടെ അസുരന്മാർ വസിക്കുന്നു. ഒരു ശുദ്ധിയുള്ള സ്ത്രീയുടെ എളിമയെ അവളുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി ലംഘിക്കുന്ന ഒരാൾ നാശത്തിന് വിധിക്കപ്പെട്ടവനാണെന്ന് ഇപ്പോൾ നിനക്ക് വ്യക്തമായിരിക്കണം. അന്തക, നീ പാർവതിയെ വിവാഹം കഴിക്കാനുള്ള ദുഷ്ടലക്ഷ്യവുമായി മുന്നോട്ട് പോകരുത്. കാരണം അവൾ ഏതൊരു ശക്തിക്കും അധീതനായ ശിവന്റെ പത്നിയാണ്. അതിന് അന്തകൻ ദേഷ്യത്തോടെയാണ് മറുപടി പറഞ്ഞത്. ഞാൻ ദേവന്മാരെ സ്വർഗത്തിൽ നിന്നും ഓടിച്ചു. ഭാര്യയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായ ശിവനെ ഞാൻ എന്തിനു ഭയപ്പെടണം? പ്രഹ്ലാദൻ തന്റെ ദുഷ്ടപദ്ധതിയുമായി മുന്നോട്ട് പോകരുതെന്ന് അന്തകനെ ബോധ്യപ്പെടുത്തുവാൻ പരമാവധി ശ്രമിച്ചു. പക്ഷേ അതൊന്നും അന്തകനെ പിന്തിരിപ്പിച്ചില്ല. അന്തകൻ തന്റെ സേനാധിപതി ശംബരനോട് മന്ദരാജൽ പർവ്വതത്തിലേക്ക് പോയി ശിവന് ജീവിക്കണമെങ്കിൽ പാർവതിയെ എനിക്ക് നൽകണമെന്ന് അറിയിക്കാൻ ഉത്തരവിട്ടു. അന്തകന്റെ ഉത്തരവ് ശിവനെ അറിയിക്കാൻ ശംബരൻ മന്ദരാജൽ പർവ്വതത്തിലേക്ക് പോയി. അത് കേട്ട് ശിവന്റെ അരികിലിരുന്ന പാർവതി ദേവി ശംബരനോട് അന്തകനെ അറിയിക്കുവാൻ വേണ്ടി പറഞ്ഞു. ശിവനെ ഒരു യുദ്ധത്തിൽ പരാജയപ്പെടുത്തുകയാണെങ്കിൽ അന്തകനെ വിവാഹം കഴിക്കാൻ പാർവതിക്ക് സമ്മതമാണെന്ന് വ്യവസ്ഥ ചെയ്തു. ശംബരൻ തിരിച്ചെത്തി അന്തകനോട് നടന്നത് വിവരിച്ചു. അതോടെ അന്തകന്റെ കോപം എല്ലാ പരിധികളും ലംഘിച്ചു. യുദ്ധത്തിന് തയ്യാറെടുക്കാൻ അവൻ ദുര്യോധനനോട് കൽപ്പിക്കുന്നു. അന്തകൻ തന്റെ വലിയ സൈന്യത്തോട് ഒത്തുകൂടുവാൻ നിർദ്ദേശിച്ചു. മുഴുവൻ അന്തരീക്ഷവും യുദ്ധകാഹളങ്ങളുടെയും പോർ വിളികളുടെയും ശബ്ദത്താൽ മുഴങ്ങി. ജംബൻ, കുജംബൻ, വീരോചനൻ, ദുര്യോധനൻ, വൃഷപർവൻ തുടങ്ങിയ വീരയോദ്ധാക്കൾ അടങ്ങുന്ന ഒരു വലിയ സൈന്യവുമായി അന്തകൻ മന്ദരാജൽ പർവ്വതത്തിലേക്ക് നീങ്ങി. പ്രിയരെ, വാമന പുരാണത്തിന്റെ 6-ാമത്തെ ഭാഗം ഇവിടെ നിർത്തട്ടെ. ശിവന്റെ യുദ്ധ തയ്യാറെടുപ്പുകളുടെ രംഗങ്ങളുമായി തുടങ്ങാം. ഇപ്പോൾ നന്ദി, നമസ്കാരം. പ്രിയരെ, വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ.